ഹലോ ഗൈസ്, അപ്പൊ ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളും എന്നാൽ ടേസ്റ്റില് നോ കോംപ്രമൈസ് ആയിട്ടുള്ള ഒരു ചിക്കൻ ചുക്കാടെ റെസിപ്പിയാണ്. അപ്പൊ എങ്ങനെ തുടങ്ങല്ലേ? അപ്പൊ ഐശ്വര്യമായിട്ട് നമുക്ക് പാൻ അടുപ്പത്തോട്ട് വെക്കാം. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് അധികം എണ്ണ വേണം. കാരണം ഞാനിപ്പോ ഒരു സാധനം ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പോവാ. ഓക്കെ, അപ്പൊ എണ്ണ ചൂടായോ നോക്കാൻ ആരും എണ്ണയ്ക്കകത്ത് കൈയൊന്നും ഇട്ട് നോക്കരുത്. ജസ്റ്റ് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ചൂടറിയുവാണെന്നുണ്ടെങ്കിൽ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പൊ അതെ, നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നല്ലപോലെ അരിഞ്ഞൊരു ഞാൻ ചെറിയ സവാള എടുത്തത്, അതുകൊണ്ട് ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. നമുക്ക് എണ്ണയിലോട്ട് ഈ സവാള നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മള് ഒരു ബ്രൗൺ കളർ ആവുന്നവരെ നല്ല ഫ്രൈ ചെയ്തിട്ട്, അപ്പൊ നമ്മുടെ ഉള്ളി ഇതാ കറക്റ്റ് നല്ല ബ്രൗൺ കളറിൽ നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇവനെ നമുക്ക് കോരി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പൊ നമ്മുടെ ചിക്കൻ ചുക്കയുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള ചിക്കൻ ഇവിടെ നല്ല കഴുകി കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ആസ് യൂഷ്വൽ നമ്മുടെ ഇന്ത്യൻ സ്പൈസസ് ആയ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, നമ്മുടെ പൊടികളെല്ലാം തട്ടി കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നല്ലപോലെ ചതച്ചതും ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. പിന്നെ ആസ് യൂഷ്വൽ ഉപ്പില്ലാതെ എന്ത് കളി, നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇത്ര ഇട്ട് കഴിഞ്ഞ് നമ്മൾ ആദ്യമേ ഫ്രൈ ചെയ്ത് വെച്ച നമ്മുടെ ഈ സവോള ഉണ്ടല്ലേ, അത് ഇതിനകത്തോട്ടിട്ടിട്ട് നല്ലപോലെ നമുക്ക് കുഴയ്ക്കാം. സോറി ഗൈസ്, ഈ പാത്രത്തിൽ ഇതെല്ലാം കൂടെ കൊള്ളുന്നില്ല. ഞാൻ അതുകൊണ്ടൊരു വലിയ പാത്രത്തിൽ ഇട്ട് ഇതെല്ലാം കൂടെ കുഴച്ചിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇതിപ്പോ നമ്മൾ കുഴച്ച് കഴിഞ്ഞിട്ട് ഇനി ഒരു കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും, 1 മണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാല് കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. സോ ഞാനിപ്പോ എന്തായാലും ഇതൊരു അരമണിക്കൂറത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. അപ്പൊ യെസ് ഗൈസ്, സക്സസ്ഫുള്ളി നമ്മൾ അരമണിക്കൂർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. സോ നമ്മൾ നേരത്തെ ഉള്ളി വറുത്ത അതേ സെയിം എണ്ണയ്ക്കകത്തോട്ട് തന്നെ നമുക്കിത് ഇട്ട് കൊടുക്കും. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുറന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ജസ്റ്റ് ഇളക്കി ഒന്ന് കൊടുത്തോണ്ടേ ഇരിക്കണം. ശരിക്കും പറഞ്ഞാൽ നല്ല മണം വരുന്നുണ്ട്. ആ ഫ്രൈ ചെയ്ത ഉള്ളിയുടേതും മസാലാസിൻ്റെയൊക്കെ നല്ല മണം. ഞാൻ തള്ളുമല്ല ഗൈസ്, നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ റെസിപ്പി, എന്നിട്ട് പറയണം. ഇനി ഇതിലോട്ട് നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് കുറച്ച് മല്ലിയില വെച്ചിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം കുറച്ച് നേരം കൂടി. അപ്പൊ ഞാൻ നല്ല അരിപ്പത്തിരിയുടെ കൂടെ നമ്മുടെ കറി കണ്ടു. ഞാൻ പറഞ്ഞതുപോലെ ഭയങ്കര സിമ്പിൾ ആയിട്ട് വെക്കാനായിട്ട്. സോ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമന്റ് ചെയ്യണേ ഗൈസ്. അപ്പൊ ഓക്കെ, ബൈ ഗൂയ്സ്.